ഇത് ഞങ്ങളുടെ പറമ്പിൽ നിറച്ചും വാഴയുണ്ട്. അതായത് കല്ലുവാഴ എന്ന് പറയും, കല്ലുരുറ്റി വാഴ എന്നിട്ട് പറയും. നിറച്ചും ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ച് അറിയാവുന്നവർ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കമൻ്റ് ഇടണേ. അതായത് അറിയത്തില്ലാത്തവർക്കും കൂടി അതൊരു ഉപകാരമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും കമൻ്റ് ഇടണേ. ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോ ഒന്ന് പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. വല്ല തേന മീനും എടുപ്പുണ്ടെങ്കിൽ പൊതിച്ചിട്ട് കൊണ്ടുപോവാമല്ലോ. ഒന്നാമത് ഇപ്പം പണിക്കാർ ഒറ്റയാളെ കിട്ടുന്നില്ല തേന ഇടാൻ വേണ്ടിയിട്ട്. കുറേ അന്വേഷിച്ചു. അപ്പോൾ 2-3 തന്നെ ഉള്ളതുകൊണ്ട് അത് തന്നെ പറിക്കാൻ ആരും വരികയല്ല. അതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട്. ഇവിടെ കല്ലൂരിക്ക് വാഴയുണ്ട്. അത് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അത് ആ ഉപയോഗത്തെ കുറിച്ചിട്ട് ഒന്ന് കമന്റ് ഇടുക. എല്ലാവർക്കും ഉപകാരം ആവൂല്ലോ, അറിയത്തില്ലാത്തവരുടെ. തേങ്ങ പതിക്കാം, ചോട്ടി വീണാണെന്ന് പെറുക്കിയെടുക്കാറ്. എന്നാ വാ പോവാം. വെറുതെ ഇരുന്നപ്പം തോന്നി ഇന്ന് ഒന്ന് നമ്മുടെ കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ, ഒരു 10-15 സെൻറ്റ് സ്ഥലമുണ്ട്. അതിങ്ങനെ ഇട്ടിരിക്കുവാണ്, ഒന്നും കെട്ടിയൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് തേങ്ങ ഉണങ്ങി താഴെ നിന്നിട്ടുണ്ട്. 2-3 തെങ്ങുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഏതാണെങ്കിലും വന്നിട്ട് അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഒന്ന് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇതാണ്ട് ഹസ്ബൻഡ് ഭയങ്കര പണിയായിട്ടിരിക്കുവാണ്, കണ്ടോ എല്ലാവരും. അത് ഇത് ഭയങ്കര ഒരു മരമാണ്. ഇപ്പോഴത്തെ അവരുടെ പറമ്പിലെ മരം മുറിച്ചാണ്, അതെല്ലാം ഇവിടെയാണ് കിടക്കുന്നത്. അത് അവർ മാറ്റം കുറച്ച് കഴിയുമ്പോൾ കേട്ടോ. അങ്ങനെയാണ്. ഇത് നല്ല പുണ്യാളന്തുന്ന എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് തേന പൊതിക്കുകയാണേ. ഈ മെഷീനുള്ളതുകൊണ്ട് തന്നെ എളുപ്പമാണ്, പെട്ടെന്ന് പൊതിക്ക് എല്ലാം റെഡിയാവും. ഇപ്പം ഒരു തേന ഇടാൻ വേണ്ടി ഒരൊറ്റ മനുഷ്യനെ ഇപ്പം കിട്ടുന്നില്ല. എത്ര നാളായി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. ഹസ്ബൻഡ് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഹസ്ബൻഡ് തന്നെ തേനയാലും കൃത്യസമയത്ത് ഇടുകയും എല്ലാം ചെയ്യും. ഇപ്പം വീണതുകൊണ്ട് തന്നെ മുട്ട് മടക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് തെന്ന് കയറാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് 2-3 തന്നെ ഉള്ളതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഈ 2-3 ആരും വരികയായിരുന്നേ. കുറേ നാളെ ഇപ്പം 1-2 വർഷമായി തേന പറിച്ചിട്ട്. നനഞ്ഞ് തുതിർന്ന് ചീഞ്ഞതാണത്. ഇതാട്ടെ ഞാൻ പറിക്കണോ, ഞാൻ ഇതാട്ടണോ? ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഞാൻ ആട്ടാന്ന്, പക്ഷെ സിജ സമ്മതിക്കുകയല്ല എന്നോട്. അത് ഞാൻ ആട്ടിയ കൈ നിറച്ച് ചെളിയാവും എന്ന് പറഞ്ഞിട്ടല്ലേ സിജ. ഇതാണ് ഇങ്ങനെ. ഇതിനിയിപ്പം ഈ സ്ഥലം ഒന്ന് കെട്ടിയെടുക്കണം. ഇതെല്ലാം
ചിരട്ട ആരും കാണാതെ ഒളിഞ്ഞിരിക്കുമോ തേങ്ങയെല്ലാം കൂടെ. ആ കണ്ടോ, കാടുള്ളതുകൊണ്ട് നല്ല പച്ചപ്പുള്ളതെന്ന്. അതായത് കാടൊന്നും ഒത്തുന്നില്ലല്ലോ. അപ്പോൾ കാണാൻ എന്ത് രസമാണ്. ഇവിടെ നിന്ന് ഫോട്ടോ ഇടണം, നല്ല സീനറീസ് ആയിരിക്കാം. ഈ തേങ്ങ കൊത്തുന്ന മെഷീൻ ഉള്ളതുകൊണ്ട് എന്ത് എളുപ്പമുണ്ടല്ലേ. പിന്നെ എൻ്റെ ഏറ്റവും ഭയങ്കര കോമഡി സെൻസാണ്. എന്ത് പറഞ്ഞാലും അതിന് കോമഡി പറയുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ലേ. മൂന്നാല് തേങ്ങ പൊതിച്ചിട്ടുണ്ട്. ഇവിടെ തെങ്ങിൻ്റെ ഉണ്ടാകും, പ്ലാവിൻ്റെ ഉണ്ടാകും. നമ്മൾ യാത്ര ഇരിക്കുകയാണ് സ്വഭവനത്തിലോട്ട്.